CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിനമാകുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ ഭൂരിഭാഗം ജില്ലകളിലും ഉയർന്ന താപനില തുടരും. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൊടും ചൂട് തുടരുന്ന പാലക്കാട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിച്ചിതറി. മണ്ണാർക്കാട് കോടതിപ്പടി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സുൽത്താൻ എന്ന ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് ആണ് തകർന്നത്. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നതിനിടെയാണ് സംഭവം. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് വത്സന് കോടതിയിൽ നിന്നും തിരിച്ചടി. പ്രതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി തള്ളി. കാഞ്ഞിരപ്പുഴ ഉദ്യാനം വീണ്ടും സർക്കാർ നിയന്ത്രണത്തിൽ. കരാർ ലംഘനം നടത്തിയ സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന്റെ നടത്തിപ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഏറ്റെടുത്തു. ഉദ്യാനത്തിലെ ടിക്കറ്റ് പിരിവും അനുബന്ധ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നേരിട്ട് നിയന്ത്രിച്ചു തുടങ്ങി. സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിനമാകുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ ഭൂരിഭാഗം ജില്ലകളിലും ഉയർന്ന താപനില തുടരും. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 19 വരെ ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്, 40 ഡിഗ്രി സെൽഷ്യസ്. കൊല്ലം ജില്ലയിൽ 39, പത്തനംതിട്ട ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകളിൽ താപനില മുന്നറിയിപ്പുകളില്ല. ഇവിടെ 34 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. കോട്ടയം ജില്ലയിൽ വ്യാഴാഴ്ച അനുഭവപ്പെട്ടത് 37.5 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ഇതേ കാലാവസ്ഥ ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മിന്നലിനൊപ്പം ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട് സാധാരണമാണെന്നും ആർദ്രതയുടെ അളവ് ഉയർന്നു നിൽക്കുന്നതാണ് പുകച്ചിൽ ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ കാരണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. പകൽ 11 മുതൽ 4 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. സൂര്യതാപം, സൂര്യാഘാതം എന്നിവയ്ക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCN. കൊടുംചൂട് തുടരുന്ന പാലക്കാട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിച്ചിതറി. മണ്ണാർക്കാട് കോടതിപ്പടി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സുൽത്താൻ എന്ന ഓട്ടോറിക്ഷയുടെ ഗ്ലാസാണ് തകർന്നത്. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നതിനിടെയാണ് സംഭവം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഡ്രൈവർ ജഷീർ വാഹനത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഗ്ലാസ് താഴെ വീണ് ജഷീറിന്റെ കാലിന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. ഓട്ടോയുടെ ഗ്ലാസിൽ മറ്റ് വിള്ളലുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ജഷീർ പറഞ്ഞു. ടെസ്റ്റ് കഴിഞ്ഞ് ഓട്ടോ ഇറക്കിയതേയുള്ളൂ. ചൂട് തന്നെയാകാം കാരണമെന്നും ജഷീർ മാധ്യമങ്ങളോട് പറഞ്ഞു. CCN മണ്ണാർക്കാട്. ജനവാസ മേഖലയിലെ വീടിന്റെ ഓപ്പൺ ടെറസിൽ കണ്ടെത്തിയ കൂറ്റൻ മൂർഖൻ പാമ്പിനെ ട്രോമാ കെയർ വളണ്ടിയർമാർ പിടികൂടി. അലനല്ലൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദിന്റെ വീടിന്റെ ടെറസിലാണ് പാമ്പിനെ കണ്ടത്. ടെറസിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വാർഡ് മെമ്പർ ബഷീർ വിവരം ട്രോമാ കെയർ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സർപ്പ റെസ്ക്യൂ വോളണ്ടിയറും ട്രോമാ കെയർ നാട്ടുകൽ സ്റ്റേഷൻ യൂണിറ്റ് ഡെപ്യൂട്ടി കോർഡിനേറ്ററുമായ അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ട്രോമാ കെയർ വോളണ്ടിയർമാരായ ഹനീഫ, മുഹമ്മദ് മുസ്തഫ എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്ക്യൂ ടീമിന് കൈമാറി. CCN ചത്തല്ലൂർ. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് വത്സന് കോടതിയിൽ നിന്നും തിരിച്ചടി. പ്രതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി തള്ളി.
യുവതിയുടെ ജാതി കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതി പീഡനം നടത്തിയതെന്നും ഗൗരവകരമായ കുറ്റം ചുമത്തപ്പെട്ട പ്രതി ഒളിവിൽ കഴിയുന്നത് നിയമ നടപടികളെ ബാധിക്കുമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായി. ഇതിൽ ജാമ്യാപേക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഭാഗവും ആർഗ്യുമെന്റ് കഴിഞ്ഞിരുന്നു. അത് കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇതിലെ 64-ാം വകുപ്പ് റേപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൺസെന്റോട് കൂടിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 69 BNS പ്രകാരം, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന വകുപ്പ് ഈ കേസിൽ നിൽക്കും. പ്രിമാ ഫേസി ദർ ഇസ് എ കേസ് എന്ന ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1.5 വർഷമായിട്ട് പ്രതിയും അതുപോലെ തന്നെ സർവൈവറും തമ്മിൽ അക്വൈന്റൻസ് പരിചയം ഉണ്ടായിരുന്നു. നീണ്ട നാളത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സർവൈവറുടെ കാസ്റ്റിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം പ്രതിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ 69 എന്ന BNS 69 എന്ന ഒഫൻസ് നിൽക്കുന്നതോടൊപ്പം തന്നെ 325 എന്ന SC/ST ആക്ടിലെ വകുപ്പ് കൂടി നിൽക്കും. SC/ST വകുപ്പ് SC/ST ആക്ടിലെ 325 നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സെക്ഷൻ 18 പ്രകാരം ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ ബാറുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതി ഒളിവിലാണ് എന്ന കാര്യം കൂടി കോടതി ഈ വിധിയുടെ ഭാഗമായിട്ട് ഒളിവിൽ നിന്നുകൊണ്ടാണ് ജാമ്യാപേക്ഷ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുകയാണ് കോടതി. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ജോലി വാഗ്ദാനം ചെയ്ത് താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പ്രശോഭ് മുൻകൂർ ജാമ്യം നേടിയത്. അതിജീവിത കഴിഞ്ഞ ദിവസം നേരിട്ട് കോടതിയിലെത്തി മൊഴി നൽകിയിരുന്നു. ലൈംഗിക പീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രശോഭിനെ പുറത്താക്കിയിരുന്നു. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്ത് വാർഡിലെ കൗൺസിലറാണ് പ്രശോഭ്. CCN മണ്ണാർക്കാട്. കാഞ്ഞിരപ്പുഴ ഉദ്യാനം വീണ്ടും സർക്കാർ നിയന്ത്രണത്തിൽ. കരാർ ലംഘനം നടത്തിയ സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന്റെ നടത്തിപ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഏറ്റെടുത്തു. ഉദ്യാനത്തിലെ ടിക്കറ്റ് പിരിവും അനുബന്ധ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നേരിട്ട് നിയന്ത്രിച്ചു തുടങ്ങി. ഉദ്യാനത്തിൽ സന്ദർശകരിൽ നിന്നും കരാർ കമ്പനിയായ FSIT വരുമാനം പിരിക്കുന്നത് കരാർ ലംഘനമാണെന്ന് എഗ്രിമെന്റ് അതോറിറ്റിയായ KIIDC ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിരുന്നു. ടിക്കറ്റ് കൗണ്ടറും മറ്റ് സാമഗ്രികളും ഒഴിഞ്ഞു തരണമെന്നും പിരിച്ചെടുത്ത തുക സർക്കാരിൽ നിക്ഷേപിക്കണമെന്നും നോഡൽ ഓഫീസർ പലതവണ ആവശ്യപ്പെട്ടിട്ടും കമ്പനി തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ വരുമാന നഷ്ടം ഒഴിവാക്കുന്നതിനായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട് പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്ഥലത്തെത്തി കൗണ്ടർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിപ്പോ ഇവിടുന്ന് കഴിഞ്ഞ 3 മാസത്തോളം നമ്മൾ പൈസ പിരിച്ചു കെട്ടിയപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് വന്നത്. സ്ഥലം കമ്പനിയുടെ പേരിൽ 30 വർഷത്തേക്ക് ലീസിന് കൊടുത്തു കഴിഞ്ഞു. പിന്നെ കിക്ക് പണം പിരിക്കുന്നതിനുള്ള റൈറ്റ് അവിടെ തന്നിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ആര് പിരിക്കണമെന്നോ അല്ലെങ്കിൽ റൺ ചെയ്യണമെന്നോ ഒന്നും കിക്ക് വ്യക്തമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ കിക്ക് നമുക്കത് എഴുതണം, ഇത് തിരിച്ച് അവർക്ക് തന്നെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാക്കണം എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്കത് ഓക്കെ ക്ലിയർ ആയി. കിക്ക് അങ്ങനെ ആ വാർത്തയിൽ വെച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ കിക്കിന് 2-3 ദിവസം മുമ്പ് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യണം, അതിന് അനുമതി തരണം, ഇന്ന ബിൽഡിങ്ങുകൾ ഡിമോളിഷൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ അതിന് അനുമതി തരണം എന്ന് 3 ദിവസം മുമ്പ് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് റിപ്ലൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പൊ അതിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. 2 മാസം മുൻപേ ഏറ്റെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും കോങ്ങാട് മണ്ഡലത്തിലെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ കാരണമാണ് നടപടികൾ വൈകിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. 13/4/2026 മുതൽ സർക്കാർ നേരിട്ടാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. സ്വകാര്യ കമ്പനി ഏറ്റെടുത്തപ്പോൾ കോടികളുടെ പദ്ധതികളും നൂതനമായ റൈഡുകളും വരുമെന്നായിരുന്നു വലിയ പ്രതീക്ഷ നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ നേരിട്ട് നടത്തിപ്പ് ഏറ്റെടുക്കുമ്പോൾ നിലവിലുള്ള റൈഡുകളുടെ കാര്യത്തിൽ എന്തു തീരുമാനമുണ്ടാകുമെന്നത് കണ്ടറിയണം. സർക്കാർ മേൽനോട്ടത്തിൽ ഉദ്യാനം പഴയതിലും മികച്ച രീതിയിൽ വികസിപ്പിക്കപ്പെടുമോ അതോ വികസന പദ്ധതികൾ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാട്ടുകാരും സന്ദർശകരും. CCN മണ്ണാർക്കാട്. കഥകളി അരങ്ങിന് ഏറെ പ്രശസ്തമായ മണ്ണമ്പറ്റ പച്ചായൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടന്നു. പച്ചായൽ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത പാലക്കാട് മിയ മൽഹാർ അവതരിപ്പിച്ച ഭക്തിഗാനമേള ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി.
രാവിലെ കലാമണ്ഡലം ഈശ്വരനുണ്ണിയുടെ ചാക്യാർകൂത്തും നടന്നു. ബഗാരിയാൽ ക്രമീരവധം കൃതമായിരിക്കും സമയത്തെങ്കിൽ ബഗാരി എന്നുള്ള പേര് മുമ്പ് തന്നെ ഭീമസേന് കിട്ടിയിട്ടുണ്ട്. ബഗനെ നിഗ്രഹിച്ചു. ആ ബ്രാഹ്മണോത്തമൻ വല്ലാതെ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തിദേവി, അങ്ങേക്ക് ഒരു മകനല്ലേ ഉള്ളൂ, എനിക്ക് 5 മക്കളുണ്ട്, ഞാൻ ഒരാളെ പറഞ്ഞേക്കാൻ പറഞ്ഞ അവസാനം കാട്ടിലേക്ക് ഒരു കാളവണ്ടി നിറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും മാത്രമല്ല കാളകളും ആ പറഞ്ഞേക്കുന്ന ആളെയും ഭക്ഷിക്കലാണല്ലോ ഭഗന്റെ പ്രവൃത്തി. അങ്ങനെ വന്നപ്പോൾ ഭീമസേനൻ തന്നെ ആ കാട്ടിലേക്ക് പോയി ഭക്ഷണം അവന്റെ മുമ്പിൽ ഭക്ഷിച്ച് അവസാനം അവൻ ആക്രമിക്കാതെ കൊണ്ട് വന്നപ്പോൾ ദ്വന്ദ്വയുദ്ധത്തിങ്കൽ ഭഗനെ ഭീമസേനൻ നിഗ്രഹിക്കുണ്ടായി. ആ സമയം മുതൽക്ക് ബഗാരി എന്നുള്ള പേര് ഭീമസേനന് സംഭവിക്കാതെ വന്നു. വരും ദിവസങ്ങളിൽ ഓട്ടൻതുള്ളൽ, ഉത്സവബലി, കഥകളി, പള്ളിവേട്ട എന്നിവ നടക്കും. ഏപ്രിൽ 21 പുലാപ്പറ്റ രമേശൻ മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടെ ഉത്സവം സമാപിക്കും. CCN കടമ്പഴിപ്പുറം. KNM മർക്കസ് ദവ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ മാനവിക സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 19 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോട്ടയ്ക്കൽ പുത്തൂരിൽ വെച്ചാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഞായറാഴ്ച 4:30 മുതലാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ടി മുഹമ്മദ് ബഷീർ MP ആണ് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. KNM മർക്കസ് ദവയുടെ സംസ്ഥാന പ്രസിഡന്റ് CP ഉമർ സുലൈമാൻ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹമാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. പശ്ചിമേഷ്യൻ വിഷയങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള പ്രൊഫസർ KN കുഞ്ഞഹമ്മദ് അദ്ദേഹം വിഷയം അവതരിപ്പിക്കും. കഥാകൃത്ത് സുരേന്ദ്രൻ. പശ്ചിമേഷ്യയിൽ അസമാധാനവും അശാന്തിയും പടർത്തിയും ലോകത്തെ മൊത്തത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടും അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിനും കടന്നാക്രമണങ്ങൾക്കുമെതിരെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കാൻ KNM മർക്കസ് ദവ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും അതിന്റെ പോഷക ഘടകങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാനവിക സമ്മേളനത്തിന് പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹുസൈൻ ആബിദ് മാനവിക സമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സൗകര്യമൊരുക്കും. വാർത്താ സമ്മേളനത്തിൽ P സുഹൈൽ സാബിർ, മുഹമ്മദ് കുട്ടി ഹാജി, പ്രൊഫസർ T ഇബ്രാഹിം അൻസാരി, അബ്ദുറസാഖ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ISROയുടെ യുവശാസ്ത്രജ്ഞ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആയിഷ ബഷീറിനെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. തിരൂർക്കാട് AMHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആയിഷ. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ സ്നേഹാദരം നൽകിയാണ് ആദരിച്ചത്. രാജ്യത്തൊട്ടാകെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികളിൽ ഒരാളായും കേരളത്തിൽ നിന്നുള്ള 14 പേരിൽ ഒരാളുമായാണ് ആയിഷ ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവയിൽ ഇതിനകം തന്നെ ഇടം പിടിച്ച ആയിഷയുടെ മികവിനുള്ള മറ്റൊരു അംഗീകാരമാണിതെന്ന് ചടങ്ങിൽ നേതാക്കൾ പറഞ്ഞു. പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, മനാഫ് തോട്ടോളി, നസീമ മദാരി, റഷീദ് കുറ്റീരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിനമാകുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ ഭൂരിഭാഗം ജില്ലകളിലും ഉയർന്ന താപനില തുടരും. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൊടും ചൂട് തുടരുന്ന പാലക്കാട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിച്ചിതറി. മണ്ണാർക്കാട് കോടതിപ്പടി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സുൽത്താൻ എന്ന ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് ആണ് തകർന്നത്. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നതിനിടെയാണ് സംഭവം. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് വത്സന് കോടതിയിൽ നിന്നും തിരിച്ചടി. പ്രതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി തള്ളി.
കാഞ്ഞിരപ്പുഴ ഉദ്യാനം വീണ്ടും സർക്കാർ നിയന്ത്രണത്തിൽ. കരാർ ലംഘനം നടത്തിയ സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന്റെ നടത്തിപ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഏറ്റെടുത്തു. ഉദ്യാനത്തിലെ ടിക്കറ്റ് പിരിവും അനുബന്ധ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നേരിട്ട് നിയന്ത്രിച്ചു തുടങ്ങി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.